വാർത്തകളിലേക്ക് തിരികെ എത്തിയാൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വെട്ടിമാറ്റിയ ഈട്ടിമരം നീക്കം ചെയ്യാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈട്ടിത്തടിയാണ് വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. ഇടുക്കി നെടുങ്കണ്ടം കവുന്തി റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി വെട്ടിയ മരമാണിത്. വർഷങ്ങൾക്ക് ശേഷവും റോഡിൽ കിടക്കുകയാണ്. കാണാം ആ വാർത്തയിലേക്ക്. നെടുങ്കണ്ടം കവന്തി റോഡിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്തതോടെ വലിയ മൺതിട്ട രൂപപ്പെടുകയും ഈട്ടിമരം അപകടാവസ്ഥയിലാവുകയുമായിരുന്നു. മണ്ണിടിഞ്ഞ് മരം താഴേക്ക് പതിക്കാൻ സാധ്യതയുള്ളതിനാൽ വെട്ടിമാറ്റണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യമുന്നയിച്ചിരുന്നെങ്കിലും ആദ്യം വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ല. പിന്നീട് ഇവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് 2021 നവംബറിൽ മരം വെട്ടിമാറ്റി. എന്നാൽ പടുകൂറ്റം മരം റോഡരികിൽ ഉപേക്ഷിച്ചതല്ലാതെ ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. കൊടുമ്പളവും ഇറക്കവുമുള്ള ഭാഗത്താണ് റോഡിന്റെ ഒരു വശത്ത് മരം കിടക്കുന്നത്. എത്ര കാലം കളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ ഫോറസ്റ്റുകാരുടെ കാര്യങ്ങളൊന്നും പറയണ്ട. അത് സർക്കാരും മരം റോഡിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യമുന്നയിച്ചിരുന്നു. നിലവിൽ വാഹന ഗതാഗതത്തിന് പോലും തടസ്സം സൃഷ്ടിച്ചാണ് മരം കിടക്കുന്നത്. സ്കൂൾ ബസ്സുകൾ പോകുന്ന സമയങ്ങളിൽ ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പടുകൂറ്റൻ ഈട്ടി ലേലം ചെയ്ത് ലക്ഷങ്ങൾ വരുമാനം നേടാമെന്നിരിക്കെയാണ് ഇത് റോഡിൽ നിന്ന് പോലും നീക്കം ചെയ്യാൻ വനംവകുപ്പ് തയ്യാറാവാത്തത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. പുരുഷ സ്വവർഗ പങ്കാളികൾക്ക് വാടക ഗർഭത്തിലൂടെ പിറന്ന പെൺകുഞ്ഞാണ് യാന. 6 മാസം പ്രായമുള്ള യാനയുടെ ചിത്രങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. പ്രണയവിവാഹമായിരുന്നു അമിത്ഷായുടെയും ആദിത്യ മദിരാജിൻ്റെതും. കർണാടക സ്വദേശിയായ ആദിത്യ മദിരാജും അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ അമിത്തും 2016 ഒരു സുഹൃത്ത് വഴി കണ്ടുമുട്ടുന്നത്. പിന്നീട് ഈ സൗഹൃദം വളർന്ന് പ്രണയമാവുകയായിരുന്നു. 2019 ജൂലൈ 19 ന്യൂജേഴ്സിയിൽ തീർത്തും ഹിന്ദു ആചാരപ്രകാരം ഇരുവരും വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 3 സ്വവർഗ ദമ്പതികൾക്ക് വാടക ഗർഭപാത്രത്തിലൂടെ കുഞ്ഞു പിറന്നത്. യാനാഷ മദിരാജ് എന്ന് പേരിട്ട കുഞ്ഞിന്റെ ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു. കുഞ്ഞിനിപ്പോൾ 6 മാസമാണ് പ്രായം. കുഞ്ഞിനൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സ്വവർഗ ദമ്പതികൾ പങ്കുവച്ചിരുന്നു. ലോകം ഞങ്ങളുടെ യാനയെ കണ്ടു എന്ന അടിക്കുറിപ്പോടെ ഇവർ പങ്കുവച്ച ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കൃഷി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്താൻ സാധിക്കാതെ ഇടുക്കി ചിന്നക്കനാൽ മുട്ടുകാട് നിവാസികൾ. ആഫ്രിക്കൻ ഒച്ചുകൾ അമിതമായി പെരുകിയതാണ് മുട്ടുകാട്ടിലെ കർഷകർക്ക് ദുരിതം വിതച്ചിരിക്കുന്നത്. കാർഷിക വിളകളെല്ലാം ഒച്ചുകൾ തിന്ന് നശിപ്പിക്കുന്നതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് ഈ പാവം കർഷകർ. കഴിഞ്ഞ 7 വർഷക്കാലമായി അതിജീവനത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് ചിന്നക്കനാൽ ബൈസൺവാലി മുട്ടുകാട് മേഖലയിലെ കർഷകർ. ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. മുട്ടുകാട് മേഖലയിൽ ഇവ എങ്ങനെ എത്തിയെന്നതിൽ വ്യക്തതയില്ല. വൻതോതിൽ പെറ്റുപെരുകിയ ഒച്ചുകൾ ഏലം, കുരുമുളക്, കാപ്പി, കൊക്കോ, പച്ചക്കറികളെല്ലാം തന്നെ തിന്നു നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പുതിയ കൃഷികൾ ഇറക്കുന്നതിൽ നിന്നും കർഷകർ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. കാർഷിക വിളകൾക്ക് വിലത്തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം കൂടി വർദ്ധിച്ചതോടെ ജീവിതം ഇരുളടഞ്ഞിരിക്കുകയാണ് എന്ന് കർഷകർ പറയുന്നു. ഈ ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്ന ഈ ഒരു ജീവിയെ കൊണ്ട് ഒരു സാധനം കൃഷി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരു പച്ചക്കറി ചെയ്ത് ഒരു കൃഷി എടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ ഒച്ചിനെ കൊണ്ട് ഈ ജലങ്ങൾ കുടിവെള്ളം പോലും മലിനജലമായിരിക്കുകയാണ്. മാരകമായിട്ട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിൽ പ്രദേശത്തുള്ള കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് മരുന്ന് കണ്ടുപിടിച്ചതായിട്ട് നമുക്കറിയില്ല, ഇതുവരെ കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ യാതൊരുവിധ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് ഇതുകൊണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലമായി കർഷകർ ഇവയെ തുരത്തുവാനുള്ള മാർഗങ്ങൾ തേടുകയാണ്. ഉപ്പുപയോഗിച്ച് ഇവയെ നശിപ്പിക്കാൻ സാധിക്കുമെങ്കിലും കൃഷിഭൂമിയിൽ ഉപ്പ് വിതറുക പ്രായോഗികമല്ല. ലക്ഷക്കണക്കിന് വരുന്ന ഒച്ചുകളെ ശേഖരിച്ച ശേഷം ഉപ്പ് വിതറി നശിപ്പിക്കുക എന്ന മാർഗമാണ് കർഷകർ സ്വീകരിച്ചത്. എന്നാൽ ഒച്ചുകളെ ശേഖരിക്കുന്നത് പല ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമായതോടെ കർഷകർ ശ്രമം ഉപേക്ഷിച്ചു. ഇതോടെ ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ ഒച്ചുകളാണ് ഈ മേഖലയിൽ പെരുകിയത്. ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ കഴിയുന്നവ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് വർഷങ്ങൾ വേണ്ടിവരും. വീര്യം കൂടിയ കീടനാശിനികളോ മരുന്നുകളോ തളിച്ചിട്ടും ഇവയെ തുരത്തുവാൻ സാധിച്ചില്ല. ഇതുപോലുള്ള പച്ചക്കറി കൃഷികളോ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം മുളച്ചു വരുന്ന പച്ചക്കറികളെല്ലാം അപ്പോൾ തന്നെ ഈ ഒച്ച തിന്ന് തീർക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ കൃഷിയായിട്ടുള്ള ഏലത്തിൻ്റെ പൂവും കായും പിഞ്ചു കായും എല്ലാം
കൊച്ചു തിന്നു തീർക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പഞ്ചായത്ത് തലത്തിൽ എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇതിനിപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഏക മാർഗ്ഗം എന്ന് കഴിഞ്ഞാൽ തുരിശും പവലക്കഷായവും ചേർത്ത ഒരു മിശ്രിതമാണ്. ഇതിൻ്റെ വില കർഷകർക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഉയർന്നതായതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നമാണ് നേരിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും സബ്സിഡിയോ കാര്യങ്ങളോ കൃഷിഭവൻ മുഖേനയോ പഞ്ചായത്ത് മുഖേനയോ ഒക്കെ ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ. ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ മുട്ടുകാട് മേഖലയിൽ നിന്നും സമീപ പഞ്ചായത്തുകളായ രാജകുമാരി, ബൈസൺ വാലി മേഖലകളിലും ഇവ വ്യാപകമായിട്ടുണ്ട്. ഇത് കർഷകരിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മാസം 3000 മുതൽ 5000 മുട്ടകൾ വരെ ഇടുന്ന ആഫ്രിക്കൻ ഒച്ചുകൾക്ക് ഇണചേരാതെ തന്നെ പ്രത്യുത്പാദനം നടത്തുവാൻ സാധിക്കും. ഒച്ചുകളുടെ ആക്രമണത്തിന് എന്ന് പര്യവസാനമുണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് കർഷകർ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. നെറ്റ് ട്രാക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തൃശൂർ കുന്നംകുളത്ത് തുടക്കമാവുകയാണ്. ദീപശിഖ പ്രയാണം രാവിലെ തേക്കൻകാട് മൈതാനത്ത് നിന്ന് തുടങ്ങും. ചൊവ്വാഴ്ചയോടെ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും. രാത്രിയും പകലുമായാണ് സംസ്ഥാന സ്കൂൾ കായികമേള മത്സരങ്ങൾ നടക്കുക. 98 മത്സര ഇനങ്ങളിലായി 3000 വിദ്യാർത്ഥികളാണ് കുന്നംകുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്റ്റേഡിയത്തിൽ മാറ്റുരയ്ക്കാൻ ഒരുങ്ങുന്നത്. രാജ്യത്താദ്യമായി സംസ്ഥാന സ്കൂൾ കായികോത്സവം പകലും രാത്രിയുമായി നടത്തിയത് കഴിഞ്ഞ തവണ കേരളത്തിലാണ്. ആകെ മത്സര ഇനങ്ങളിൽ 88 വ്യക്തിഗത മത്സരങ്ങളും 10 റിലേ മത്സരങ്ങളും ഉൾപ്പെടും. മത്സരങ്ങൾ രാവിലെ 7 മുതൽ 11 വരെയും പകൽ 3:30 മുതൽ രാത്രി 8 വരെയുമാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം മീറ്റിലാണ് മത്സരങ്ങൾ രാത്രിയും പകലുമാക്കിയത്. കാണികൾക്കായി 5000 പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ ഗാലറിയും തയ്യാറാക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ആദ്യമായാണ് സിന്തറ്റിക് ട്രാക്കിൽ സംസ്ഥാന സ്കൂൾ കായികോത്സവം നടക്കുന്നത്. ദേശീയ സ്കൂൾ കായികമേള നവംബർ 2-ാം വാരവും 37ാമത് ദേശീയ ഗെയിംസ് ഒക്ടോബർ 25 മുതൽ നവംബർ 9 വരെയും നടക്കുന്നതിനാലാണ് കായികോത്സവം നേരത്തെ നടത്തേണ്ടി വരുന്നത്. മത്സരത്തിനായി ഡിസ്പ്ലേ ബോർഡ്, ഫോട്ടോ ഫിനിഷ് ക്യാമറ, വിൻഡ് ഗേജ്, ഫോൾ സ്റ്റാർട്ട് ഡിറ്റക്ടർ, സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് സിസ്റ്റം, LED വാൾ തുടങ്ങിയ സജ്ജീകരണങ്ങളുമുണ്ടാകും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇനി മറ്റു കായിക വാർത്തകൾ കൂടി നമുക്കൊന്ന് നോക്കാം. മുൻ ഇന്ത്യൻ സെന്റർ ബാക്ക് താരം അനസ് എടത്തൊടിക ഗോകുലം കേരള FC-യുമായി I-ലീഗിന്റെ വരാനിരിക്കുന്ന സീസണിലേക്ക് കരാർ ഒപ്പിട്ടു. 2021-22 ISL-ൽ ജംഷഡ്പൂർ FC-ക്ക് വേണ്ടിയാണ് അനസ് അവസാനമായി പന്ത് തട്ടിയത്. ഫുട്ബോളിലേക്കുള്ള തിരിച്ചുവരവ് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും ജംഷഡ്പൂരിനൊപ്പം കളിച്ചതിന് ശേഷം കളി നിർത്താൻ തീരുമാനിച്ചിരുന്നുവെന്നും അനസ് പറഞ്ഞു. എന്നാൽ ഗോകുലം ടീമിൽ തനിക്കായി അവരുടെ പദ്ധതികൾ വിശദീകരിച്ചതിന് ശേഷം താൻ ആവേശഭരിതനായി തിരിച്ചു വരികാൻ തീരുമാനിക്കുകയാണെന്ന് അനസ് കൂട്ടിച്ചേർത്തു. ഗോളടിച്ചും ഗോൾ അടുപ്പിച്ചും കളം നിറയുന്ന നിജോ ഗിൽബർട്ടാണ് ഇപ്പോൾ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിൻ്റെ സൂപ്പർ താരം. നായകനൊത്ത പ്രകടനമാണ് കഴിഞ്ഞ 3 മത്സരങ്ങളിലും നിജോ പുറത്തെടുത്തത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ കേരളം സന്തോഷ് ട്രോഫി ഉയർത്തിയപ്പോൾ വിജയശില്പിയെന്ന് വിശേഷിക്കപ്പെട്ട താരമായിരുന്നു നിജോ ഗിൽബർട്ട് എന്ന വിങ്ങർ. സന്തോഷ് ട്രോഫി കിരീടത്തിൽ മുത്തമിടാൻ കച്ചകെട്ടിറങ്ങിയ കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിളക്കമേകുന്ന പ്രകടനമാണ് നായകൻ നിജോ ഗിൽബർട്ടിന്റേത്. മധ്യനിരയിൽ കളം നിറഞ്ഞു കളിക്കുന്ന KCB താരമാണ് കേരള ടീമിന്റെ സൂപ്പർ ഹീറോ. ഗുജറാത്തിനെതിരായ ആദ്യ മത്സരത്തിൽ 2 ഗോളുകൾക്ക് വഴിയൊരുക്കിയ നിജോ 1 ഗോൾ സ്വന്തം പേരിൽ കുറിക്കുകയും ചെയ്തു. ഒറ്റയ്ക്ക് മുന്നേറിയ ഗുജറാത്ത് ഗോളി ശുഭം ചൗഹാന് മുകളിലൂടെ പന്ത് കോരിയിട്ടായിരുന്നു നിജോയുടെ മാസ്മരിക ഗോൾ. ജമ്മു കാശ്മീരിനെ 6-1 തകർത്ത കളിയിലും നിജോയുടെ പ്രകടന മികവ് ഏറെ നിർണായകമായി. ഛത്തീസ്ഗഡിനെ കേരളം 1/4 ഡസൻ ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ 1 ഗോൾ നിജോയുടെ വകയായിരുന്നു. വിങ്ങുകളിലൂടെ പറന്നു കളിക്കാനുള്ള മികവാണ് നിജോയെ വേറിട്ട് നിർത്തുന്നത്. ഇതേവരെ കളിച്ച 3 മത്സരങ്ങളിൽ നിന്നും 2 ഗോളുകളാണ് നിജോയുടെ പേരിലുള്ളത്. കഴിഞ്ഞ തവണ കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോൾ മിന്നും പ്രകടനമായിരുന്നു നിജോ ഗിൽബർട്ട് പുറത്തെടുത്തത്.
തിരുവനന്തപുരം പൂവാർ സ്വദേശിയായ നിജോ 11ാം വയസ്സിലാണ് പന്ത് തട്ടി തുടങ്ങുന്നത്. നാടായ പൂവാറിലെ SBFA അക്കാദമിയിലാണ് പരിശീലനം തുടങ്ങിയത്. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിക്കും SBIക്കും കളിച്ച ശേഷമാണ് ഇപ്പോഴത്തെ ടീമായ KCBയിലെത്തുന്നത്. 2 വർഷം ടീമിനായി അതിഥി താരമായി കളിച്ചു. അതിനുശേഷം സ്ഥിര നിയമനം ലഭിച്ച നിജോ ഇപ്പോൾ KCB താരമാണ്. പൂവാറിലെ ഗിൽബർട്ട് തങ്കം ദമ്പതികളുടെ മകനാണ് നിജോ ഗിൽബർട്ട്. ക്രിസ്ത്യനോ റൊണാൾഡോയുടെ പൊസിഷനിലാണ് കളിക്കുന്നതെങ്കിലും ലയണൽ മെസ്സിയാണ് നിജോയുടെ റോൾ മോഡൽ. നിജോയുടെ ക്യാപ്റ്റൻസിയിൽ കേരളം ഇക്കുറിയും കപ്പടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കാൽപന്ത് കളി ആരാധകർ. സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. ദി ഗ്രേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഇനി പ്രവചന മത്സര വിജയികളെ ഒന്ന് നോക്കാം. ഇന്നത്തെ കേരള വിഷൻ ലോകകപ്പ് പ്രവചന മത്സരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിജിറ്റൽ പാർട്ണർ Impex, the immersive experience. ട്രാവൽ പാർട്ണർ ഹാപ്പിയായി യാത്ര ചെയ്യാം യുണിമണി ട്രാവൽസ് ആൻഡ് ഹോളിഡേസിലൂടെ. സ്റ്റൈൽ പാർട്ണർ 930 ക്ലോത്തിംഗ്. ലോകകപ്പ് ക്രിക്കറ്റ് ആവേശത്തിൽ പ്രവചന മത്സരങ്ങളുമായി കേരള വിഷൻ ന്യൂസ്. ഓരോ മത്സരവും ആര് ജയിക്കും, ആരുയർത്തും ലോകകപ്പ് കിരീടം. നേടാം ദിവസവും സമ്മാനങ്ങളും ബമ്പർ സമ്മാനങ്ങളും. ഓരോ മത്സരത്തിലും വിജയിക്കുന്ന ടീമുകളെ പ്രവചിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി 2999 രൂപ വിലയുള്ള ഇംപെക്സ് ബ്ലൂടൂത്ത് സ്പീക്കറും രണ്ടാം സമ്മാനമായി 930 ക്ലോത്തിങ്ങിന്റെ ടീഷർട്ടും. ആദ്യ സെമി ഫൈനലിന് മുമ്പ് കിരീട ജേതാവിനെ പ്രവചിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 2 പേർക്ക് 2 ബമ്പർ സമ്മാനങ്ങൾ. ഒന്നാം സമ്മാനം 2 പേർക്കുള്ള വിദേശ യാത്രാ ടിക്കറ്റും വിസയും ഭക്ഷണവും താമസവും ഉൾപ്പെടെ. രണ്ടാം സമ്മാനം ഇംപെക്സ് 32 ഇഞ്ച് ഗൂഗിൾ TV. ഉത്തരങ്ങൾ അയച്ച് ഡെയിലി ബമ്പർ സമ്മാനങ്ങൾ നേടാൻ www.keralavisionnews.com വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 8714622093. ഇന്നത്തെ ചോദ്യം: ഓസ്ട്രേലിയ ശ്രീലങ്ക മത്സരത്തിൽ ആര് വിജയിക്കും? ഒക്ടോബർ 14 ഇന്ത്യ പാകിസ്ഥാൻ പ്രവചന മത്സരത്തിലെ 1ാം വിജയി രാഹുൽ മോഹനൻ, ഞാക്കനാൽ, ആലപ്പുഴ. ഒക്ടോബർ 14 ഇന്ത്യ പാകിസ്ഥാൻ പ്രവചന മത്സരത്തിലെ 2ാം വിജയി അനു, മാങ്കാട്, കൊല്ലം. കേരള വിഷൻ ലോകകപ്പ് പ്രവചന മത്സരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിജിറ്റൽ പാർട്ണർ Impex, the immersive experience. ട്രാവൽ പാർട്ണർ ഹാപ്പിയായി യാത്ര ചെയ്യാം യുണിമണി ട്രാവൽസ് ആൻഡ് ഹോളിഡേസിലൂടെ. സ്റ്റൈൽ പാർട്ണർ 930 ക്ലോത്ത്. വാർത്തകൾ തുടരുകയാണ്. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകളുമായി ശ്രുതി പ്രകാശ്.